ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇൻഫോ എന്ന് പറഞ്ഞാൽ KVA MRCയുടെ പ്ലെയറിനെ ഹോസ്റ്റേജ് എടുത്ത ആ ഒരു സിറ്റുവേഷൻ ഇന്നലെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ പിന്നെ നമ്മള് സത്യം പറഞ്ഞാൽ നമുക്ക് നിന്നെ ഹോസ്റ്റേജ് കിട്ടുന്നതിൽ നമുക്കും വലിയ ഇതൊന്നുമില്ല, ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ റെസ്പെക്ട് അനുസരിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫഫിക്കിനെ അറിയണ്ടാവും, ബാക്കി MRCത്തെ വേറെ പ്ലെയേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് നമ്മള് ഹോസ്റ്റേജ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാലും നീ എല്ലാരും പോയിട്ട് നീ എങ്ങനെ ഇവിടെ എത്തിയെന്നല്ലേ? ബാക്കി ഞാൻ ചത്ത് കിടക്കായിരുന്നു. ഞാൻ സത്യം പറയല്ലോ, വെറുതെ അടിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല ബ്രോനെ എടുക്കാൻ കാരണം റാമ്പ് കാരണം നിങ്ങള് സത്യം പറയാലോ, എനിക്ക് സിറ്റുവേഷൻ ഉണ്ടായത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ മാറി നിൽക്കാണ്. നമ്മളെ സിറ്റുവേഷൻ സംസാരിക്കാനായിട്ട് റാമ്പ് എടുത്തു. അപ്പൊ റാമ്പോയ്ക്ക് പറ്റത്തില്ല, പോയി. നമ്മള് നീ വന്ന് എന്റെ മുന്നിൽ പെട്ട് നമ്മള് വിട്ടു. നീ നേരെ ഗ്യാങ്ടർ സെറ്റപ്പോഴാണ് നിന്നെ ഹോസ്റ്റ് ചെയ്തത്. അതൊക്കെ പണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ഫീമെയിൽ വോയിസ് അവൻ ചെയ്യും. അതൊക്കെ പണ്ട് നിങ്ങള് വിട്ടിട്ട് കക്കൂസ് കഴിയലും കുഴപ്പമില്ലല്ലോ. നിങ്ങളൊരു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസ് സത്യം പറഞ്ഞാൽ കൊറേ കഴിപ്പിച്ച്, ഇനി വെയ്യ. അതാ നിങ്ങളെ കൊറേ ആൾക്കാരെ കഴിപ്പിച്ച്. ഞങ്ങള് വൺ ബൈ വൺ ആയിട്ട് പതുക്കെ അങ്ങനെ അണ്ണാക്കി മറ്റേ പിരിവെട്ടി പറയേണ്ട ആവശ്യമില്ല. മര്യാദ പറയാൻ പറ്റി പറഞ്ഞത്. ഇത്ര എങ്ങനെയാണ് സംസാരിച്ചല്ലേ? മര്യാദക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞത്. മര്യാദക്ക് പറയാൻ പറ്റും പറഞ്ഞോ. അല്ലെങ്കിൽ നമുക്ക് ഹോസ്റ്റേജിനെ വരേണ്ട ആവശ്യമില്ല. എടാ ഒരു കാര്യം പറ്റേ, എടാ ഇങ്ങനെ ഒരുമാതിരി മറ്റേ രണ്ട് വർത്താനം പറയാൻ ഇത്ര നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു. 5 മിനിറ്റ് പിന്നെ 10 സെക്കൻഡ് ഓരോ വർത്താനം, അത് കഴിഞ്ഞ് പിന്നെ വേറെ വർത്താനം. ഇങ്ങനെ അമ്പി കളിക്കാൻ നിൽക്കല്ലേ നിങ്ങളെ മറ്റേ തലച്ചോറിനെ ഇങ്ങനെ പാരമ്പര്യം മറ്റേ തറവാട് വർത്താനം പറയാൻ നിൽക്കല്ലേ. മര്യാദക്ക് വർത്താനം പറ. നിങ്ങളുടെ ഹോസ്റ്റേജാ. എടാ നിങ്ങളെ വർത്താനം പറയാൻ നിൽക്കല്ലേ. നിങ്ങളെ വർത്താനം പറയാൻ നിൽക്കല്ലേ. നിങ്ങളുടെ വർത്താനം പറയില്ല, മര്യാദക്ക് പറഞ്ഞു. നിങ്ങളുടെ ഹോസ്റ്റേജ് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. നിങ്ങളുടെ ഹോസ്റ്റേജ് ഞങ്ങളുടെ കസ്റ്റഡിയിൽ. അപ്പൊ മര്യാദക്ക് ഡയലോഗ് അടിക്കുക. മര്യാദക്ക് വർത്താനം പറയാം. മര്യാദക്ക് വർത്താനം ഡമ്മെ മൂന്നാം നിൽക്കുന്നവരുടെ മുന്നില് മിണ്ടാണ്ടിരിക്ക. ഹോസ്റ്റേജ് പറയാതെ വാപത്തി മിണ്ടാണ്ടിരിക്കേ. നിങ്ങളുടെ ഹോസ്റ്റേജ് ഞങ്ങളുടെ വിളിച്ചോണ്ട് മര്യാദ നിൽക്കുക. നിന്റെ തറവാട്ട് നിന്റെ ഗ്യാങ് ഹൗസിലേക്ക് കേവയുടെ ഗ്യാങ് ഹൗസും ഇല്ല. കേവയുടെ ഗ്യാങ് ഹൗസ് വേണ്ടി അപ്പൊ അതിന് മര്യാദക്ക് നിൽക്കുക. മര്യാദക്ക് നിൽക്കുക. വാപത്ര നിനക്ക് ഹോസ്റ്റേജ് വേണമെങ്കിൽ വാപത്തി മിണ്ടാണ്ടിരിക്കുക. അപ്പൊ നിന്റെ ബാക്കിയോട് മിണ്ടാണ്ടിരിക്കാൻ പറയാം. അല്ല ഇവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് നിന്റെ MRC പറഞ്ഞ ഗ്യാങ് ഹൗസ് അല്ല. ഇവിടെ ഒന്ന് മിണ്ടാണ്ടിരിക്കുക. ഇത് മാക്കിനെടുത്തല്ലോ ബാക്കിയെടുത്ത കാര്യമാണ് പറയുന്നത്. സോറി പറയാൻ അപ്പൊ മര്യാദക്ക് സോറി പറഞ്ഞു കൊണ്ടുപോവാ. ഇവിടെ ഒന്ന് ഓവർ കോൺ അടിക്കേണ്ട ആവശ്യമില്ല. ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. മര്യാദക്ക് വർത്താനം പറയാ. അതിന്റെ ബാക്കിയുള്ള മാതിരി പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ മര്യാദക്ക് സോറി അല്ല, KVA സോറി എന്നുള്ള മര്യാദക്ക് നോർമൽ ശബ്ദത്തിൽ പറയാം. നോർമൽ ശബ്ദത്തില് ഇതിനപ്പുറം എടാ പോണ നിന്റെ മറ്റേ 10 വായ്പല്ലോ ചോദിച്ചേറാ. എടാ പോണൊക്കെ നിന്റെ മറ്റേ ആഴ്ചക്കാഴ്ചക്ക് ലീഡർ പറഞ്ഞേ. എടാ ആഴ്ചക്കാഴ്ചക്ക് ലീഡർ പറഞ്ഞേ. ആഴ്ചക്കാഴ്ച ലീഡർ എന്റെ 10 വായ്പോലെ ചോദിച്ചാൽ മതി. എടാ ആഴ്ചക്കാഴ്ചക്ക് സംസാരിക്കുന്നത് അവിടെ സംസാരിച്ചാൽ മതി. എടാ നിനക്ക് 10 സെക്കൻഡ് കൊടുക്കുമ്പോൾ 10 സെക്കൻഡ് അമ്പി വർത്താനം എടുക്കും. നിന്റെ അമ്പി സ്വഭാവം ഉണ്ടാവും. അമ്പി സൗണ്ട് എടുക്കും ഓരോ നേരത്ത്. അതേപോലെ വർത്താനം പറയാൻ ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ മര്യാദ സംസാരിക്കാം. ഞാൻ ഷൗട്ടിങ് പോലും ഇട്ടിട്ടില്ല. ഞാൻ നോർമലാണ് ഇട്ടേക്കുന്നത്. ഷൗട്ടിങ് ഇട്ടിട്ടില്ല. ഹോസ്റ്റേജിന് തരാൻ സൗകര്യമില്ല. നിന്റെ ഈ സോറിയും പറയാൻ വെച്ചിട്ടേ അവിടെ തിരിച്ചു മതി.
ഞാൻ എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് TVA വേഴ്സസ് MRC പ്രീവാറും വാറും ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. പ്രീവാറിൽ നമുക്ക് ഡ്രീമറുടെയും അതുപോലെ അഡ്മിൻസിനും ആ ഒരു POV കണ്ടു നോക്കാം. ഇവിടെ ഒരു സൈഡിൽ കൊണ്ട് കുത്തി ഈ പിറ്റിങ് ഇറങ്ങൽ TV ഇറങ്ങി രണ്ട് സൈഡിൽ നിന്ന് ഇറങ്ങി ഒരു ഇനിഷ്യൽ ഫൈറ്റ് ആണ് കാണുന്നത് നമ്മൾ. ഓക്കെ, ലെക്സ് ഒരു ഫ്ലാഗ് എടുക്കുന്നുണ്ട്. ഓക്കെ, മാസ്റ്റർ ദ ഗോഡാണ് TV നീലനെ ആദ്യത്തെ ഇതെടുത്തു. ഓക്കെ, ഡാഷൽ ഡൗൺ. ഇത് രണ്ട് സൈഡിലും ഒരു സൈഡിൽ നിന്ന് കറങ്ങി വരുവാണ്. മംഗലശ്ശേരി കുറുപ്പ് ഡൗൺ ആയിട്ടുണ്ട്, ഷെർലക് ഹോംസ് ഡൗൺ ആയിട്ടുണ്ട് മാസ്റ്ററിൻ്റെ. TV മദാര ഡൗൺ ആയിട്ടുണ്ട്, ചന്ദ്രബോസ് ഡൗൺ ആയിട്ടുണ്ട് മാസ്റ്റർ. അല്ല, ചരൺ ദയോസ്. അമ്പത്തൂർ സിംഗർ ഡൗൺ ആയിട്ടുണ്ട്, ഷേക്ക് ഡൗൺ ആയിട്ടുണ്ട്, ദ ഗോഡ് ഡൗൺ ആയിട്ടുണ്ട്, ജോക്കർ ഡൗൺ ആയിട്ടുണ്ട്, ബ്രൂസ് ഡൗൺ ആയിട്ടുണ്ട്. ഇത്രയും പേര് MRC ഇത്രയും പേര് ഇവിടെ, നമ്മൾ ഇത്രയും പേരും ഇങ്ങോട്ട് കയറി കറങ്ങി. ബ്രൂസ് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, MRC സൈഡിൽ നിന്ന് കറങ്ങി വരുന്നുണ്ട്. വീഡിയോ ഒന്നോ കണ്ടില്ലല്ലോ. ഓക്കെ, ഇവിടുന്ന് ഒരു ഫൈറ്റ് കാണാം നമുക്ക്. ഇറ്റാച്ചി ആഷ് ബ്രൂട്ടൽ 2v രണ്ട് സൈഡിൽ. ഓ, ആഷ് ബ്രൂട്ടൽ ഡൗൺ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റീവ് എത്ര പേരാ? 3v3 ആണ് കറക്റ്റ്. നമ്മൾ നോക്കുവാണെങ്കിൽ 3 സൈഡിൽ നിന്ന് ആളുണ്ട്. സാവേജ് വന്നിട്ട് ഒരു സാവേജർ 1v2 ശ്രമിച്ചു. ഓ, സാവേജർ പിക്കെടുത്ത് റഷ്യനെ പിക്കെടുത്തിട്ട് സാവേജ് ബാക്ക് ഓഫ് ചെയ്തു. ഒരു ഫ്ലഫി വേഴ്സസ് സാവേജ് ആണ്. ഫ്ലഫീനെ സാവേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ സെന്റർ ഡ്യൂറോ, എൻ്റെ പേര് ഞാൻ മറന്നു. ഓക്കെ, ഒരു 1v6 or 7 കണ്ടാണ് പുള്ളി ഡൗൺ ആയിട്ടുണ്ട്. കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ TV എല്ലാം പറഞ്ഞത് പോലെ എന്റെ സ്പെക്കില് പറയുന്നത് അതായത് കുറച്ച് വെട്ടലുണ്ടായിരുന്നു. സോ ഈ വീഡിയോന്റെ കേസസിൽ നമുക്ക് POV രണ്ട് സൈഡ് നോക്കാണ്ട് പറയാൻ പറ്റത്തില്ല. കുറെ കാലം കാഴ്ച കണ്ടികള് ഒരു കോപ്പും ഉണ്ടാക്കിയിട്ടില്ല ഇത്രയും കാലമായിട്ട്, മനസ്സിലായോ? ഒരു കോപ്പും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നീക്കും എല്ലാം കൂടെ ഒരുമിച്ച് ഇന്നലെ മുടക്കിട്ട് ഉണ്ടാക്കല് നീയൊക്കെ, മനസ്സിലായ? കുറെ കാലമായി നമ്മളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന. നീയൊക്കെ വന്ന് മൂഞ്ചെണ്ണ അതിന്റെ ഇടയിൽ കയറി. വരയ്ക്കുന്നത് കേട്ടോ സ്പീഡോ ഇന്ത്യ കഴിവിന്റെ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പണ്ടത്തെ പോലെ നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ നല്ല സംസാരിക്കുന്നുണ്ട്. മിണ്ടെന്ന് കേട്ടാൽ നമ്മള് പണ്ടത്തെ പോലെ കുളയ്ക്കുള്ള ഗ്യാപ്പ് ഇട്ടില്ല. പിള്ളേരെന്നെ കുണക്കി വന്നേ. ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ ഡിവ? അല്ല, ഇന്നലെ പ്രണവസേടനും മറ്റു റഷ്യൻ ടീമിലും വന്ന് കുണച്ചത് കറക്റ്റ് അവന്മാരത്തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ഇന്നലെ നമ്മള് TVക്കകത്ത് റേഡിയോക്കകത്ത് കണക്ട് ചെയ്യാൻ പറയാൻ നീ ഒറ്റയ്ക്ക് റേഡിയോയിൽ ഇരിക്കുന്നു. മറ്റേ HF ഫയൽ ഉണ്ടിയവന്മാരൊക്കെ എന്നോട് ഒന്ന് പറയുക. ആരാ പറഞ്ഞ പേരെന്തായിരുന്നു? മറ്റേ പ്രീവാറിന് ശേഷം മെയിൻ വാറും നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ അഡ്മിൻസ് POV ഡ്രീമർ റിയാക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ ജനറേറ്റർ കൊച്ചു ജനറേറ്റർ കൊച്ചു ജനറേറ്റർ ഇത് പൊക്കാൻ പറ്റില്ല. പച്ച ജനറേറ്റർ കൊണ്ടുപോയി പൊക്കാൻ പറ്റത്തില്ല. പോയി
അയ്യോ ഇന്ത്യ എന്താ ചേട്ടാ കൂട്ടായിട്ട് കിണ്ടിയും വന്നിട്ടുണ്ട് നമ്മുടെ കിണ്ടിയുടെ ആത്മവിശ്വസിക്കുന്ന കൈ കൊണ്ടിടിച്ചുള്ള ഒരു 1v കഴിഞ്ഞില്ലായിരുന്നാ ഇത് 10 ആണ്. I think 1v10 ആണ്. നീലൊക്കെ ജുഗ്രൂനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ജുഗ്രൂനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ പ്രണവ് ചേട്ടനെ നീല് ഡൗൺ ആക്കിയിട്ടുണ്ട്. ജനറേറ്റർ പൊട്ടിത്തെറിച്ചത് കേട്ട് എല്ലാവരും 2 മിനിറ്റ് സൈലൻസ്. നല്ലായിരുന്നു. രാജുഭായി 2 മിനിറ്റ് സൈലൻസ് എല്ലാരും. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സിറ്റുവേഷനിൽ നിങ്ങൾക്കറിയാം TVA വേഴ്സസ് MRC വേഴ്സസ് KVA മൊത്തത്തിലൊരു അടി ഉണ്ടായിരുന്നു. അതിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു TVAയും KVAയും ഒരുമിച്ചാണ് MRCയെ അടിച്ചതെന്ന് പറഞ്ഞിട്ട് ഈഗിളിന്റെ ചാറ്റിലൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഈഗിള് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നലെ നിങ്ങളല്ല കുറെ അച്ചിപ്പട്ടികളും കുറെ അവരുടെ ലീഡറും കോ ലീഡർ അടക്കം കുറെ എണ്ണം TVA x KVA എന്നൊക്കെ പറഞ്ഞ് KVA ബാക്കപ്പ് വന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഗൈസ് എന്താ കാര്യം നിങ്ങളുടെ അടുത്ത് തെളിച്ചൊന്നുകൂടെ പറയാം. ഇതുകൂടെ കേട്ടോ. കൺവേർട്ടിംഗ് എന്നും അണ്ടിന്നും ഒക്കെ നീയൊക്കെ നിന്റെ മറ്റേ കോ ലീഡറിന്റെ ലൈവിൽ പോയിരുന്നു മുമ്പേ മതി. എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വന്നാൽ നല്ല വിളി ഞാൻ വിളിക്കും. ഒരു കാര്യം പറയണം. ഇത് കേട്ടോ. പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൈസ് KVAയുടെ ആൾക്കാർ KVA ഓൾറെഡി സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുക ഇവരോട്. കാരണം KVAക്ക് ഒരു അടി കിട്ടിയോണ്ട് അവർ തിരിച്ചടിക്കാൻ വേണ്ടി ഓൾറെഡി നിൽക്കുക. അപ്പോൾ സിറ്റുവേഷൻ ഇന്നലെ നമ്മുടെ ഹോസ്റ്റേജിൻ്റെ അടുത്ത് വന്ന അവന്മാർ താങ്ങി തൂങ്ങിയൊക്കെ നിന്ന് എങ്ങനെയും ഒരു വള്ളി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ താങ്ങി തൂങ്ങി നിന്ന്. അപ്പോൾ അവരവിടെ നിന്ന സമയത്ത് അവരുടെ അദ്ദേഹത്ത് വെടികൊണ്ട് ഈ വെടികൊണ്ട കാര്യം നേരെ പോയി അവരവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഫ്ലഫി എന്ന് പറയുന്ന പ്ലെയർ അന്നേരം അവിടെ നിന്ന് നേരെ പോയിട്ട് KVAയുടെ വണ്ടി എടുത്ത് ഈ POV ഒന്നും നിങ്ങളെ ആരും കാണിച്ചു തരില്ല. കാരണം ഇവരിങ്ങനെ അങ്ങ് പറയും. അവർ പറയുന്നത് വിശ്വസിച്ചോണം. അതാണ് അവിടുത്തെ നിയമം. ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫ്ലഫി പോയി KVAയുടെ വണ്ടി എടുത്തു. KVAയുടെ വണ്ടി എടുത്തപ്പം KVAക്കാർ ചോദിക്കാൻ വന്നു, നീ എന്തിനാടാ വണ്ടി എടുത്തതെന്ന്. അവരുടെ വണ്ടി എടുത്തുകൊണ്ട് ഫ്ലഫിയാണ് പോയി അവിടെ ഈ പറയണത് പോലെ അവരുടെ വണ്ടി എടുത്ത് സിറ്റുവേഷൻ ട്രിഗർ ചെയ്തത്. അതിനാണ് ഫ്ലഫിയെ ഹോസ്റ്റേജ് എടുത്തത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഞാനും KVAയും TVAയോട് ഒരുമിച്ച് ഫ്ലഫിയെ ഗണ്ണയും ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോൾ ഗൈസ് ഇവരുണ്ടല്ലോ ഇന്നലെ കളിച്ചപ്പോൾ ഇവരൊരു വെസ്റ്റ് ഇട്ടാ ഗൈസ് കളിച്ചത്. അതായത് ഒരു പിങ്ക് കളറിലെ വെസ്റ്റ്. നമ്മൾ മുതുക്കിൽ അടിക്കാൻ ചെന്ന സമയത്ത് ഇവൻ ഷർട്ട് ഊരി വെസ്റ്റ് ഇട്ടുകൊണ്ട് ഓടി. ഞാൻ അന്നേരം ഇവനെ അടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വണ്ടിക്കകത്തുനിന്ന് ചാടി ഇറങ്ങി. ഞാൻ റേഡിയോ കോൾ കൊടുത്ത് എല്ലാവരും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് റേഡിയോ കോൾ കൊടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ഗണ്ണയും ചെയ്തപ്പോഴത്തേക്കിന് KVAയുടെ ആൾക്കാർ ഫ്ലഫിയെ ഗണ്ണയും ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഫ്ലഫിയോടാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അപ്പാർട്ട് ഫ്രം ദ RP ആണ് സംസാരിക്കുന്നത്. ഫ്ലഫി ആയതുകൊണ്ട് വെറുതെ അവിടെ ഇരുന്ന് അത് സംസാരിച്ച് മോശമാക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്ത് പോയി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു അവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഒന്നും സംസാരിച്ചില്ല, ഞാൻ ഒന്നും ഇതാക്കിയില്ല. ഫ്ലഫി ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്ത് തിരിച്ചു പോയി. അതാണ് ഞാൻ ചെയ്തത്. അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് KVAയും TVAയോട് ഒരുമിച്ച് നിന്ന് ഗണ്ണയും ചെയ്തൊന്നുമില്ല. എൻ്റെ കയ്യിൽ POV ഉണ്ട്. എനിക്കിനി ഇതൊന്നും ഞാൻ ഇത് ഓൾറെഡി കാണിക്കേണ്ടവരെ കാണിച്ച് ഇനി എക്സ്പ്ലനേഷൻ ലൈവായിട്ട് ഡെയിലി വരാൻ വയ്യ. എനിക്കിതല്ല പണി. എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ സിറ്റുവേഷനിലൂടെ ഞങ്ങളിത് റീസെറ്റ് ചെയ്യുക. അടിക്കാൻ കഴിവില്ല, എന്നാലും നിനക്കൊക്കെ അടിക്കാൻ കേബിളിറ്റി ഉള്ള സമയത്ത് വാ. ആ സമയത്ത് നമുക്ക് ബാക്കി സിറ്റുവേഷൻ എടുക്കാം. ഓക്കെ, എൻഡ് ഓഫ് ദി സിറ്റുവേഷൻ പ്രാക്ടീസ് സെർവർ പോയിട്ട് വാങ്ങ തിരുപ്പിയോ. മെന്റൽ പരിപാടികളൊക്കെ ചെയ്ത്. പക്ഷെ TVA വേഴ്സസ് MRC പ്രീവാറും വാറിനും ശേഷം നമുക്ക് KVA വേഴ്സസ് MRC പ്രീവാറും വാറും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ആ ഒരു പ്രീവാറിൽ MRCയുടെ ആ ഒരു POV ഒന്ന് കണ്ടു നോക്കാം. ഈ വണ്ടിയുടെ കവറിട്ട് കളിയാണ്. ആയിരം നോക്ക, 1000 നോക്ക, 1000 കണ്ടികളെ പച്ച കണ്ടികളെ കണ്ടടാ കഴിഞ്ഞ അവിടെ വേറെ ഒരുത്തനും കൂടി കത്തിയിരുന്നല്ലടാ. തലപതി പറഞ്ഞിട്ട് വേറെ ഒരുത്തനും കൂടി കത്തിയിരുന്നില്ല. അവനാണ് വന്നത്.
നീ ഇനി ഇടുകയുള്ളൂ കേട്ടാ, ഇനി ഇടുകയുള്ളൂ, നീ ഇനി ഇടുകയുള്ളൂ. സാഗറിന്റെ സാമാനം തങ്ങിയ താങ്ങി നക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പറഞ്ഞിട്ടില്ല. എടാ ഞാൻ പറയട്ടെ, അല്ലല്ല ഇവന്മാർക്ക് വാടകയ്ക്ക് ഒരു 5-6 വണ്ടിയും കൂടി എടുത്തു കൊടുക്കുക. 5-6 വണ്ടിയും കൂടി എടുത്തു കൊടുക്കുക. ആ വണ്ടിയിലൊക്കെ ആരെയും കയറുന്നതിന്റെ പേരിലൊക്കെ എങ്ങനെ ഉമാരെ വന്നാണ്ട് സിറ്റുവേഷൻ എടുക്കട്ടെ. മൂന്ന് ദിവസം കഴിഞ്ഞ നീയൊക്കെ ഉണർത്താന്ന് പറഞ്ഞല്ലോടാ. ഉണർത്തറ നീ കണ്ടില്ലേ? നിനക്ക് മനസ്സിലാണ് എന്റെ സൗണ്ട്? ഇതാ മനസ്സിലായ മൊണ്ണ എന്റെ സൗണ്ട് മനസ്സിലായ മൊണ്ണേ? മൊണ്ണേ ഡമ്മി മൊണ്ണേ എവിടാ ഡമ്മി? എവിടെ ഡമ്മി? നിനക്ക് ഞാൻ സൗണ്ട് കേൾപ്പിച്ചാടാ മൊണ്ണേ എന്റെ സൗണ്ട്. എടാ ഡമ്മി കാരണോ? എടാ കഴിവില്ല ഡമ്മി മൊണ്ണേ, മനസ്സിലായ എന്റെ സൗണ്ട്? മനസ്സിലായടാ മൊണ്ണേ നിനക്ക്? ഇതാണ് എന്റെ സൗണ്ട്, മനസ്സിലായടാ മൊണ്ണേ? മനസ്സിലായ മൊണ്ണേ? ഇങ്ങനെയാണ് സൗണ്ട് ബോസ്. നീ നോർമലായിട്ട് സംസാരിച്ച നീ എന്റെ അടുത്ത് കൊണയടിക്കാൻ വരുന്നതാടാ മൊണ്ണേ. പ്രീവാറിന് ശേഷം മെയിൻ വാർ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് അഡ്മിൻസ് POV ഒന്ന് കണ്ടു നോക്കാം. അടിപൊട്ടി MRZ KV ഇവിടെ കുത്തിയിട്ടുണ്ട്. MRZ KV കുത്തിയിട്ടുണ്ട്. ഇവിടെ 2 ഗാങ്സും കുത്തിയിട്ടുണ്ട്. KV അടിച്ച് കയറുന്നുണ്ട്. MRZ CK മാരി കാർലോനാക്കിയിട്ടുണ്ട്. CK മാരിയാണ് ഫസ്റ്റ് പിക്ക് എടുത്തിരിക്കുന്നത്. അലക്സ് ജൂനിയർ ഒരു പിക്ക്. ഇതാ കക്കാശി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ക്രിസ്റ്റിയുടെ അടുത്തൊരു പിക്ക്. ഷീബ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അലക്സ് ഡുവറിന്റെ അടുത്തൊരു പിക്ക്. മൈക്ക് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. മൈക്ക് ഒരു പിക്ക്. റഷ്യൻ സ്പീഡ് ഒരു പിക്ക്. പ്രണസട്ടൻ ഒരു പിക്ക്. ഷെയ്ഖ് മുഹമ്മദ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദിന്റെ അടുത്തൊരു പിക്ക്. അലക്സ് ഡുവർ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഇതാ കുറുപ്പടേന്റെ ഒരു പിക്ക്. അലക്സ് ഡുവർ ഒരു പിക്ക്. കക്കാശി ഒരു പിക്ക്. ജപ്പാൻ ഡാഞ്ചി ഒരു പിക്ക്. അലക്സ് ഡുവറിന്റെ അടുത്തൊരു പിക്ക്. KV ഹിറ്റ്മാൻ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. MRZല് ഇനി ജപ്പാൻ ഡാഞ്ചി, പിന്നെ അതുപോലെ തന്നെ അലക്സ് ഡുവർ 1 HP ആണ്. അലക്സ് ഡുവർ ഫ്ലഫി കക്കാശിയുടെ ജപ്പാൻ ഡാഞ്ചി മാത്രം. ഞാൻ പറഞ്ഞില്ല അലക്കേണ്ട തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ടല്ല, മനസ്സിലായോ? ഒരുമിച്ച് ഊമ്പാൻ വന്നാല് MRCയുടെ കുണ്ണ വലുത് തന്നെ, മനസ്സിലായ? കേട്ടാടാ ഡെമ്മി. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.